നമസ്തേ, എല്ലാവർക്കും സ്റ്റുഡൻറ്റ് വെൽനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കോരത്ത്, ലൈഫ് സൈക്കോളജിസ്റ്റ്, മൈൻഡ് വെൽനസ് കോച്ച് ആൻഡ് ഓതർ. ഈ വർഷം ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ നടക്കുകയാണ്. എല്ലാ വർഷവും എൻ്റെ ഒരു ബുക്ക് ഞാൻ അവിടെ റിലീസ് ചെയ്യാറുണ്ടായിരുന്നു. ഈ വർഷം നമുക്കറിയാം കോവിഡൊക്കെ ആയതുകൊണ്ട് നമുക്കത് സാധിക്കുന്നില്ല. പക്ഷേ ആ ബുക്കിൻ്റെ തീം എന്ന് പറയുന്നത് എങ്ങനെ ഒരു സ്റ്റുഡൻറ്റിനെ ഏറ്റവും നന്നായി പഠിക്കാമെന്നുള്ളതാണ്. ഹൗ ടു സ്റ്റഡി വെൽ. പല കുട്ടികളുടെയും വളരെ എന്താ പറയുക, കൺസേൺഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ്, അല്ലെങ്കിൽ പേരൻസിനും കൺസേൺഡ് ആയിട്ടുള്ള ഏരിയയാണ് എങ്ങനെ പഠിക്കാം. നമ്മൾ ഒത്തിരി പേരും സ്റ്റഡീസിൻ്റെ പല 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 മെത്തഡോളജീസും പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. മെമ്മറിക്ക് പല പല ടെക്നിക്കും, ഓർത്തിരിക്കാൻ ഇങ്ങനെയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് പറയാറുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എന്താണ് ഈ സ്റ്റഡീസ്, അല്ലെങ്കിൽ എന്തിനാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നമ്മൾ പഠിക്കുന്ന കാര്യത്തെ, സ്റ്റഡി ചെയ്യുന്ന കാര്യത്തെ നമ്മളുടെ ഉള്ളിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. അപ്പോൾ എപ്പോഴും നമുക്ക് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുമ്പോൾ വേണ്ടത്. ഒന്ന്, ഇൻ്റലിജൻസ്. ഡെഫിനറ്റ്ലി വി നീഡ് ടു ഹാവ് ദ റൈറ്റ് ഇൻ്റലിജൻസ് ആൻഡ് വി നീഡ് ടു ഹാവ് മെമ്മറി. ഈ രണ്ട് കാര്യവുമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു കാര്യത്തെ ലേൺ ചെയ്ത് നമ്മുടെ ഉള്ളിൽ വെക്കാനായിട്ട്. അതായത് നമുക്ക് ഇൻ്റലിജൻസ് വേണം, മെമ്മറിയും വേണം. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് മെമ്മറി ഇല്ല. ഓക്കെ, നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് കോൺക്രീറ്റ് ഇൻ്റലിജൻസ് ഉണ്ട്, അതായത് IQ. അത് നമ്മുടെ അക്കാഡമിക്സ്, ടെക്നിക്സ്, നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയിട്ടുള്ളതാണ് ആ ഇൻ്റലിജൻസ് വരുന്നത്. അപ്പോൾ IQ ഉണ്ട്, പക്ഷേ നമുക്ക് മെമ്മറി ഇല്ല. അപ്പോൾ നമ്മൾ എന്താണ് മെമ്മറി എന്ന് പറയുന്നത് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങളെ ബ്രെയിൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് മെമ്മറി, അല്ലേ? ഹിപ്പോ ക്യാമ്പസിലാണ് മെമ്മറി. ഇതൊക്കെ നമുക്ക് ബ്രെയിൻ്റെ സ്ട്രക്ചറിൽ അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഇനി ഇൻ്റലിജൻസിൻ്റെ മീനിങ് എന്താണ്? ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ടു അണ്ടർസ്റ്റാൻഡ്, അത്രയും അർത്ഥമുള്ളൂ. ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ടു അണ്ടർസ്റ്റാൻഡ്. അപ്പം ഒരാൾക്ക് ഇൻ്റലിജൻസ് ഉണ്ടോ എന്നറിയാനായിട്ട് അയാൾ ഏത് മേഖലയിലായാലും അത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി അയാൾക്കുണ്ടോ. എനിക്ക് ക്ലാസ്സിൽ ടീച്ചർ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ, എനിക്ക് മറ്റുള്ളവർ സംസാരിക്കുന്ന മനസ്സിലാകുന്നുണ്ടോ, ഇനിയിപ്പോൾ എനിക്കൊരാളുടെ ഇമോഷൻ മനസ്സിലാകുന്നുണ്ടോ, നമ്മൾ പറയാം അത് ഇൻ്റലിജൻസ് ഉള്ളത് കൊണ്ടാണ്. ഇമോഷൻസിനെ മനസ്സിലാക്കാൻ, നമ്മുടെ ഇമോഷൻസ്, മറ്റുള്ളവരുടെ ഇമോഷൻസൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾക്കും അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരാൾക്കും നമ്മൾ പറയും അവർക്ക് ഇമോഷൻ ഇൻ്റലിജൻസ് ഉണ്ടെന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ പല ഏരിയാസ്, സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഉണ്ട്, സോഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്. ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, അതെല്ലാം ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ടു അണ്ടർസ്റ്റാൻഡ്, അല്ലേ? അപ്പോൾ ഇൻ്റലിജൻസ് ഇസ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ആവറേജ് ഇൻ്റലിജൻസ് ഉള്ള കുട്ടി നല്ല ഹൈ പെർഫോമൻസ് ചെയ്യുന്നതും, അത് എബവ് ആവറേജ് ഉള്ള കുട്ടികൾ വളരെ ലോ പെർഫോമൻസിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം നമ്മൾ കാണാറുണ്ട്. ഇതിനൊറ്റ കാര്യമേ ഉള്ളൂ, എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ മെമ്മറിയെ വർക്കൗട്ട് ചെയ്യുന്നത്. മെമ്മറി ഹാസ് ടു ബി വർക്ക്ഡ് ഔട്ട്. അതായത് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യമേ യു നീഡ് ടു ഇൻവോൾവ് ഇൻ യുവർ സ്റ്റഡീസ്. അതായത് നിങ്ങളെ ക്ലാസ്സിൽ കേട്ടിട്ട് അവിടെ ഒരു പ്രോസസ്സിലൂടെ അത് പോയാൽ മാത്രമേ നിങ്ങളുടെ മനസ്സിലിരിക്കൂ. അതല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലിരിക്കത്തില്ല. വെറുതെ നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, ക്ലാസ്സിൽ പറഞ്ഞ് മനസ്സിലായി, ദാറ്റ്സ് ഇനഫ്, ഐ എം പ്രിറ്റി ഇൻ്റലിജൻറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ പ്രാവശ്യത്തെ നീറ്റ് എക്സാം എഴുതിയ കുട്ടികളുടെ ചില അവരുടെ പേരൻസോ അല്ലെങ്കിൽ റിലേഷൻസിലുള്ളവരോ ഒക്കെ ആയിട്ട് എനിക്ക് സംസാരിക്കാൻ ഇടയായപ്പോൾ അവർ പറഞ്ഞത് 15 to 16 hours ആണ് അവർ ആ ഒരു പ്രോസസ്സിലൂടെ കടത്തിവിടുന്നത്, അവരെ ആ സ്റ്റഡീസിലൂടെയും ആ പ്രാക്ടീസിലൂടെയും കടത്തിവിടുന്നത്. സോ റെഗുലർ പ്രാക്ടീസാണ്. നമ്മൾ പറയത്തില്ല നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്ന് പറഞ്ഞതുപോലെ റെഗുലർ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെയും വരുന്ന ഒരു ഇൻവോൾവ് സ്റ്റഡി ആയിരിക്കണം. അപ്പോൾ ഇൻവോൾവ് സ്റ്റഡിക്ക് ആദ്യം വേണ്ടത് TDCA എന്ന് പറയുന്നതാണ്, ടോട്ടൽ ഡെഡിക്കേറ്റഡ് കംപ്ലീറ്റ് അറ്റൻഷൻ. അതായത് ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിലേക്ക് ടോട്ടൽ ഡെഡിക്കേഷൻ വേണം. എന്തിനാണ് ഞാനിത് പഠിക്കുന്നത്, എനിക്കൊരു പേർപ്പസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ടോട്ടൽ ഡെഡിക്കേഷൻ വരത്തുള്ളൂ. ചുമ്മാ സ്കൂളിൽ പോകുന്നു, എനിക്ക് വെറുതെ പേരൻസ് പറഞ്ഞ് സ്കൂളിൽ പോയി ഞാൻ പോയി ഞാൻ പഠിച്ച് ഞാൻ വന്ന്, അങ്ങനെ നമുക്ക് പറ്റത്തില്ല. ഓക്കെ, ഐ വോണ്ട് ടു ബി പെർട്ടിക്കുലർ പ്രൊഫഷൻ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലെവലിൽ എനിക്ക് എത്തണം, അതിന് വേണ്ടിയിട്ട് ഈ സ്റ്റഡീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എനിക്ക് വേണമെന്നുള്ളത് തോന്നുമ്പോൾ യു ഗെറ്റ് ടു ഇൻഡു ദാറ്റ്, ടോട്ടൽ ഡെഡിക്കേറ്റഡ് കംപ്ലീറ്റ് അറ്റൻഷൻ കൊടുക്കുക, അതിൽ ഇൻവോൾവ് ആകുക സ്റ്റഡീസിൽ. അപ്പോഴാണ് നമുക്ക് കാര്യങ്ങളെ ഗ്രഹിക്കാൻ പറ്റുക. ഇനി
ആ ഗ്രഹിക്കുന്ന കൂട്ടത്തിൽ നമ്മളൊരു കോൺ ഓഫ് ലേണിംഗ് എന്നും പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. അതിനകത്ത് 2 ലെവലാണ് പിരമിഡ് പോലുള്ള സ്ട്രക്ചർ വരുന്നത്. ദ ടോപ്പിൽ ദ പാസീവ് ലേണിംഗ് ആൻഡ് ദ ബേസിൽ ആക്റ്റീവ് ലേണിംഗ് എന്നാണ് അതിനെ സെഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. പാസീവ് ലേണിംഗ് ആണ് നമ്മൾ വെർബൽ അല്ലെങ്കിൽ ലിസണിങ് ഒക്കെ പാസീവ് ലേണിംഗ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് വായിച്ചു, എന്തെങ്കിലും ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ 2 ആഴ്ച കഴിയുമ്പോഴത്തേനും മോസ്റ്റ് ഓഫ് ദ തിങ് 30-40% ഒക്കെ നമ്മുടെ തലയിൽ നിൽക്കും, ബാക്കി നമ്മൾ മറന്നു പോകും. പക്ഷേ നമ്മൾ ആക്റ്റീവ് ആകുക, അതായത് നമ്മൾ ആക്ട് ഔട്ട് ചെയ്യുക. വി സ്പീക്ക് ആൻഡ് വി ടീച്ച് ടു അതേഴ്സ് ആൻഡ് വി ക്രിയേറ്റ് എ പ്രസൻറ്റേഷൻ, വി മേക്ക് അവർ സെൽഫ് ലൈക്ക് അതൊരു സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാവുന്ന രീതിയിൽ നമ്മുടെ ഉള്ളിലേക്ക് എടുത്തിട്ട് വി ഡൂ ദാറ്റ്. ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ സ്റ്റഡീസിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കൂടുതലായിട്ട് ഒരു 70-80%, 90% ഒക്കെ ലെവലിൽ നമുക്കതിനെ ഓർത്തിരിക്കാനായിട്ട് പറ്റും. മനസ്സിലായില്ലേ? പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് നമ്മളുടെ മെമ്മറിയിലേക്ക് പോകുന്നതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ആദ്യമേ പറയും നമുക്ക് ഇൻ്റലിജൻസ് വേണം, ആൻഡ് വി നീഡ് ടു മേക്ക് യൂസ് ഓഫ് ദിസ് ഇൻ്റലിജൻസ് ത്രൂ TDCA, ടോട്ടൽ ഡെഡിക്കേറ്റഡ് കംപ്ലീറ്റ് അറ്റൻഷൻ. എന്നിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ആക്റ്റീവ് ലേണിംഗ് ഇതായിരിക്കണം, പാസീവ് ആയിരിക്കരുത്. പാസീവ് മാത്രമായി കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ വരുന്നത് ക്രിയേറ്റിംഗ് ലേണിംഗ് പാത്വേസ് ആണ്. അതായത് നമ്മൾ നമ്മുടെ ലേണിങ്ങിനെ ഒരു അൺകോൺഷ്യസ് കോമ്പറ്റൻസ് ആയിട്ട് മാറ്റുന്നു. കോൺഷ്യസ് കോമ്പറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം കേട്ടു മനസ്സിലായി ഏകദേശം ഇങ്ങനെ ബുദ്ധിമുട്ടി മെമ്മറിയിൽ നിന്ന് കൊണ്ടുവരണം. അൺകോൺഷ്യസ് കോമ്പറ്റൻസ് എന്ന് പറയുമ്പോൾ ആ ലേണിംഗ് പാത്വേ നല്ല സ്ട്രോങ് ആയി. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി, ഇതെല്ലാം സ്റ്റഡീസിൻ്റെ ബേസിസിലാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിന് കോൺസ്റ്റൻ്റ്ലി അണ്ടർ കൺസ്ട്രക്ഷനാണ്. അപ്പോൾ അവിടെ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ അവിടെ ഒരു വര പോലെ ബ്രെയിനിൽ തെളിയും. അതാണ് തലവര എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതിങ്ങനെ തെളിഞ്ഞു കിടക്കും. അതിലേക്കൂടെ നമ്മൾ വീണ്ടും ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ അതിൽ വീണ്ടും വിസിറ്റ് ചെയ്താൽ അത് നല്ലപോലെ നമ്മുടെ ബ്രെയിനിൽ നല്ലപോലെ സ്റ്റോർ ആകും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വീണ്ടും 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 പഠിച്ചുകൊണ്ടിരിക്കും. അതായത് ആദ്യമേ ഞാൻ ക്ലാസ്സിൽ അത് ശ്രദ്ധിച്ചു, അന്ന് വൈകുന്നേരം ഞാനത് ചെയ്തു, വീണ്ടും ആ വീക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്തു, വീണ്ടും ആ മാസത്തിലൊരിക്കൽ റിവൈസ് ചെയ്തു, പിന്നെ എക്സാമിന് ഞാൻ പഠിച്ചു കഴിയുമ്പോൾ തിങ്സ് ആർ ക്ലിയർലി അതൊരു ലേണിംഗ് പാത്വേ ആയിട്ട് എൻ്റെ മനസ്സിലേക്ക് വരും. ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഏരിയ എല്ലാ കുട്ടികളും അറിയേണ്ടതാണ് ഫൊർഗറ്റിംഗ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫൊർഗറ്റിംഗ് കർവ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് എത്ര സമയമെടുക്കും ഒരു കാര്യം ആദ്യം കേട്ട് മനസ്സിലാക്കിയാൽ അത് മറക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ ഒരു കാര്യം കേട്ട് കഴിയുമ്പോൾ നമ്മളത് ലിസൺ ചെയ്യുന്നു, അത് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോകുന്നു. അത് നമുക്ക് ഷോർട്ട് ടേം മെമ്മറി നമുക്കറിയാം ഏകദേശം 30 seconds മുതൽ 1 minute വരെ കാര്യങ്ങൾ അതേപോലെ നിൽക്കും. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോവും. പിന്നെ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് ആക്കണം. അതായത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഷോർട്ട് ടേം മെമ്മറി കിട്ടുന്ന കാര്യങ്ങളെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ബ്രെയിൻ ഒരു മെസ്സേജ് കിട്ടും. ഈ മെസ്സേജ് ഈ പഠിക്കുന്ന കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു എന്നുള്ള രീതിയിൽ. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? ബ്രെയിൻ തന്നെ ഒരു മെസ്സേജ് കൊടുക്കും, സംതിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഇത് പല പ്രാവശ്യമായിട്ട് വരുന്നു, സോ ഐ നീഡ് ടു സ്റ്റോർ ഇറ്റ്. ആ രീതിയിലാണ് നമ്മുടെ മെമ്മറിയിലേക്ക് ബ്രെയിൻ എടുക്കുക. ബ്രെയിൻ എല്ലാം നമ്മുടെ കമാൻഡ്സ് അനുസരിച്ചും നമ്മൾ എന്ത് ചെയ്യുന്നു എന്നനുസരിച്ചുമാണ് നമ്മുടെ ബ്രെയിനിലേക്ക് അത് സ്റ്റോറേജ് കൊടുക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫൊർഗറ്റിംഗ് കർവ് എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ്സിലിരുന്ന് കേട്ടു, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം പഠിച്ചു, ഓക്കെ ഫൈൻ, ആ കാര്യം പിന്നെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് നോക്കിയില്ലേ, വീണ്ടും അതിലേക്ക് നമുക്കൊരു എക്സ്പോഷർ ഉണ്ടായില്ലെങ്കിൽ അത് മറക്കാൻ വെറും 6 ദിവസം മതി. വളരെ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും 6 days ആണ് അത് മറക്കാനായിട്ട് എടുക്കുക, വീണ്ടും നമ്മൾ അതിനെ റീവിസിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അറിയണം ദ ഫൊർഗറ്റിംഗ് കർവ് എന്ന് പറയുന്നത് നമ്മൾ ആ കർവിനെ ഏറ്റവും ക്ലിയർ ആയിട്ട് ഇങ്ങനെ ബമ്പപ്പ് ചെയ്ത് നമ്മുടെ മെമ്മറിയെ ഏറ്റവും നന്നായിട്ട് പ്രോഗ്രസീവായിട്ട് കൊണ്ടുവരണമെങ്കിൽ വീണ്ടും വീണ്ടും നമ്മുടെ മെമ്മറിയിൽ അതിനെ വീണ്ടും ഒന്ന് റീവിസിറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ റീവിസിറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ഫൊർഗറ്റിംഗ് കർവിനെ നമുക്ക് ഏറ്റവും മുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത്. അപ്പം ഇത് എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് ചുമ്മാ പറയാൻ പറ്റില്ല, അയ്യോ എനിക്ക് പഠിച്ചാലും ഓർമ്മയെ നിൽക്കില്ല, അല്ലെങ്കിൽ എനിക്ക് ഇതിങ്ങനെ ആവില്ല. അതെല്ലാം നമ്മൾ തന്നെയാണ് സ്വയമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരേണ്ടത്. ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ബുദ്ധിയുണ്ട്, കാരണം എനിക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും, ടീച്ചർ പറഞ്ഞാൽ മനസ്സിലാവും, എവിടെന്നെങ്കിലും കേട്ടാൽ മനസ്സിലാവും. സോ ഐ എം അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് ആൻഡ് ദെൻ ഐ റീഡ് ഇറ്റ്, ഐ ഗെറ്റ് ഇറ്റ്, ഓർ ഇഫ് ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ് ഐ ക്യാൻ ആസ്ക് സമ്മൺ ടു എക്സ്പ്ലെയിൻ ഇറ്റ് ടു മീ, ദെൻ ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ടു അണ്ടർസ്റ്റാൻഡ് മാത്രമേ ഇൻ്റലിജൻസ് ചെയ്യുന്നുള്ളൂ. പിന്നെ വരുന്നതാണ് നമ്മളുടെ മെമ്മറി എന്ന് പറയുന്നത്. മെമ്മറി എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒരാൾക്കും ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുകയില്ല. മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ നല്ലപോലെ വർക്ക് ചെയ്യണം. അപ്പോൾ ഇൻ്റലിജൻസിനെ യൂസ് ചെയ്തുകൊണ്ട് ടോട്ടൽ ഡെഡിക്കേറ്റഡ് കംപ്ലീറ്റ് അറ്റൻഷൻ,
ആക്റ്റീവ്ലി നമ്മൾ ലേൺ ചെയ്യുമ്പോൾ, പാസീവായിട്ടല്ല ആക്റ്റീവായിട്ട് നമ്മൾ ലേൺ ചെയ്യുമ്പോൾ, ഇൻവോൾവ് ലേണിങ് വരുമ്പോൾ നമ്മുടെ ബ്രെയിനിന് അത് വളരെ എൻകറേജിങ് ആയിരിക്കും, വളരെ എൻ്റർടൈനിങ് ആയിരിക്കും. അത് നമ്മൾ എടുത്തിട്ട് നമ്മൾ നോക്കണം. നമ്മൾ 6 ഡേയ്സിന് മുമ്പ് നമ്മൾ തീർച്ചയായിട്ടും അതിനെ റീവിസിറ്റ് ചെയ്തിരിക്കണം. ബിക്കോസ് ദ ഫൊർഗെറ്റിംഗ് കർവ് സേസ് ദാറ്റ് ഫസ്റ്റ് ഡേ ലേണിംഗ് അത് മറക്കാനായിട്ട് 6 ഡേയ്സ് മതി. സോ യു നീഡ് ഡെഫിനറ്റ്ലി റീവിസിറ്റ് ആൻഡ് യു ബംപ് അപ്പ് യുവർ മെമ്മറി ആൻഡ് അഗെയിൻ. അങ്ങനെ നമ്മൾ പല പ്രാവശ്യം, ഒരു 3-4 പ്രാവശ്യം ആ കാര്യത്തെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ, നമുക്ക് റിവിഷനിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ലേണിംഗ് പാത്ത് വേ നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്നു. സോ വി വിൽ കീപ് ദാറ്റ് ആസ് മെമ്മറി വി സ്റ്റോർ ഇറ്റ് ഇൻ യുവർ മെമ്മറി. ഇങ്ങനെ വേണം ഓരോ സ്റ്റുഡൻറ്റും പഠിക്കാൻ വേണ്ടി. അങ്ങനെ പഠിച്ചാൽ മാത്രമാണ് നമുക്കത് ഏറ്റവും നന്നായിട്ട് വരിക. അതല്ലാതെ നമ്മൾ ചുമ്മാ കുറുക്ക് വഴികളൊന്നും പോയിട്ട് കാര്യമില്ല. ഒരു കുറുക്ക് വഴിയില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞ, ദിസ് ഈസ് ദ ഓൺലി വേ ടു സ്റ്റഡി. ദിസ് ഈസ് ദ ഓൺലി വേ ടു സ്റ്റഡി. ദർ ഇസ് നോ അതർ വേ ടു സ്റ്റഡി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, റിമെമ്പർ ടു റിപ്പീറ്റ് ടു റിമെമ്പർ. ഞാൻ റിമെമ്പർ ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യണം. ഓൾവേസ് കീപ് ദിസ് 3 hours in your mind. If I am a student, if I am learning something, I always must remember to repeat, to remember. Okay? So with that, please follow this steps in your studies. I'm pretty sure that you're going to score 90 plus in all your exams. I wish all of you a very good learning time and take care. God bless us all.